കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അദാലത്ത് കോടികൾ ചെലവഴിക്കാൻ സർക്കാർ കരുതൽ താങ്ങും അദാലത്തിനായാണ് 3 കോടിയോളം രൂപ ചെലവഴിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് മാത്രം 26 ലക്ഷം രൂപ ചെലവഴിക്കാനാണ് നീക്കം. രാജീവ് ചേരുന്ന വിവരങ്ങളുമായി. രാജീവ്, ഈ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ അലട്ടാൻ തുടങ്ങിയിട്ട് ചെറിയ കാലമൊന്നുമല്ല. അപ്പോഴും PR വർക്കുകൾക്കായി, പരസ്യം നൽകുന്നതിനായി, സർക്കാരിൻ്റെ പരിപാടികൾക്കായി, അതിൻ്റെ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ബ്രോഷറിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയായി ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇങ്ങനെ പൊടിച്ച് കളയുന്നുണ്ട്. അത് എവിടെ നിന്ന് എടുത്ത് പൊടിച്ച് കളയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് പൊതുജനത്തിന് തന്നെ ഉണ്ടാകുന്നത്. തീർച്ചയായും വീണ, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട പദ്ധതികളെ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായും ബാധിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനം ചെയ്തിരുന്ന ക്ഷേമ പെൻഷൻ. ആ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഏകദേശം 4 മാസമാകുന്നു. നേരത്തെ 6 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് 2 മാസത്തെ കുടിശ്ശികയെങ്കിലും സർക്കാർ നൽകിയത്. ഇപ്പോഴും 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. ഇതിനൊപ്പം തന്നെ കാരുണ്യ പദ്ധതിക്ക് പണം നൽകുന്നില്ല. ഇത് കാരണം ഈ സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേ അവസ്ഥ തന്നെയാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നത്. അവശ്യ മരുന്നുകൾ വാങ്ങുന്നതിന് പോലും പണം നൽകുന്നില്ല. മാത്രമല്ല ഈ സംസ്ഥാനത്ത് ഇപ്പോഴും പകർച്ചപ്പനികൾ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം അതും നൽകിയിട്ടില്ല. ഈ രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വശത്ത് ദൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതും ഈ അദാലത്തിൻ്റെയും നവകേരള സദസ്സിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു വശത്ത് ദൂർത്ത് യഥേഷ്ടം തുടരുന്നത്. ഇനി മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് പുതിയ അദാലത്ത് വരുന്നത്. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ അദാലത്ത് സംഘടിപ്പിക്കുന്നു. അതിനുവേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാനുള്ള നീക്കത്തിലേക്ക് എത്തുന്നത്. ജനുവരി മാസങ്ങളിലായി അദാലത്ത് സംഘടിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതിനായി അനുവദിച്ചിരിക്കുന്നത്, അതായത് ഉദ്ഘാടന ചടങ്ങിന് മാത്രം അനുവദിച്ചിരിക്കുന്നത് 26 ലക്ഷത്തോളം രൂപയാണ്. ഇതിനുശേഷം ഓരോ താലൂക്കിനും 3 ലക്ഷം രൂപ വീതം ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ 3 കോടി രൂപയ്ക്കടുത്ത് ഈ അദാലത്തിനായി മാത്രം ചെലവ് വരും. നേരത്തെ സർക്കാർ സംഘടിപ്പിച്ച അദാലത്തുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല എന്ന് വ്യാപകമായ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലും എത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന പേരിലായിരുന്നു നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. അതിനുവേണ്ടി കോടികളാണ് ചെലവഴിച്ചിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ പോലും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. നിയമസഭയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം പ്രചരണത്തിന് മാത്രം 20 കോടി രൂപയ്ക്കടുത്താണ് ചെലവഴിച്ചിരിക്കുന്നത്. വീണ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ബ്രോഷറുകളും ക്ഷണക്കത്തുകളും ഒക്കെ അച്ചടിച്ചതിന് 10 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ കോടിക്കണക്കിന് രൂപയാണ് ഒരു വശത്ത് ഈ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനും അദാലത്തുകൾക്കുമൊക്കെയായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സാഹചര്യം ഇപ്പോഴും തുടരുന്നു. അതായത് സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറയുമ്പോഴും ഈ അദാലത്തുകൾക്കും മറ്റുമായി കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുന്നതിന് സർക്കാരിന് ഒരു പ്രശ്നവുമില്ല എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെയാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിവിധ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതും സാമൂഹ്യ നന്മ മുൻനിർത്തിയുള്ള പദ്ധതികളാണ് വെട്ടിക്കുറയ്ക്കുന്നത് എന്ന പ്രത്യേകത കൂടി നിലനിൽക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനുകൾ നൽകാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ജനൻ TV ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പുറത്തുവിട്ടത്. ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടി വീണ്ടും 3000 കോടി കടമെടുക്കാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു. അതും ഈ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ആ കൺസോർഷ്യത്തിൽ നിന്ന് 3000 കോടി കടമെടുക്കാനാണ് നിലവിലിപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ സമീപിച്ചുകൊണ്ട് ഏകദേശം 1500 കോടി രൂപയ്ക്കടുത്ത് വീണ്ടും കടമെടുക്കാനുള്ള നീക്കത്തിലേക്ക് എത്തുന്നു. ആ രീതിയിൽ കടമെടുത്ത് ഓരോ മാസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈനംദിന ചിലവുകൾ നടത്തണമെങ്കിൽ പോലും കടമെടുത്ത് പോകേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനം ഇപ്പോഴുള്ളത്. പക്ഷേ അതിനിടയിലാണ് ഒരു വശത്ത് ദൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പക്ഷേ സാധാരണക്കാർക്ക് ആവശ്യമായ പദ്ധതികളെല്ലാം ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യത്തിലായിരുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമായി LDF ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷം CPM സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ ചേർന്നപ്പോൾ രൂക്ഷമായ വിമർശനമായിരുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും അതുപോലെ തന്നെ ഈ ആവശ്യം വരുമ്പോൾ ലഭ്യമല്ലാതായതും കാരുണ്യ പദ്ധതി മുടങ്ങിയതുമൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ CPM ൽ തന്നെ ഉയർന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഉടൻ തന്നെ ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായും വിതരണം ചെയ്യും.
കാരുണ്യ പദ്ധതിക്ക് ആവശ്യമായ പണം നൽകും, സർക്കാർ ജീവനക്കാർക്ക് മുടങ്ങിയ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിപ്പോഴും പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. മുടങ്ങിയ പെൻഷൻ പൂർണ്ണമായി വിതരണം ചെയ്യാൻ കഴിയുന്നില്ല, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് തടസ്സമായി നിൽക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം പോലും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമാണ് എല്ലാ മാസവും 1-നും 5-നും ഇടയിൽ KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ഇത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും എന്ന് ശമ്പളം ലഭിക്കുമെന്ന ഒരു വ്യക്തതയുമില്ലാത്ത അവസ്ഥയിലാണ് KSRTC ജീവനക്കാർ കടന്നു പോകുന്നത്. KSRTC പെൻഷൻകാരുടെ അവസ്ഥയും വലിയ ഗതികേടിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അവർക്ക് കൃത്യമായി പണം നൽകുന്നില്ല. പക്ഷേ ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നത്, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ആ കൺസോർഷ്യത്തിൽ നിന്നാണ് പെൻഷനായാലും KSRTC പെൻഷനായാലും എല്ലാം നൽകി വന്നിരുന്നത്. അവിടെയും 1000 കോടിക്ക് മുകളിലേക്ക് കുടിശ്ശിക എത്തുന്നു. അതായത് സഹകരണ സംഘങ്ങൾ പോലും ഇപ്പോൾ സർക്കാരിന് വിശ്വാസമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതും CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളുണ്ട്. അവർ പോലും ഇപ്പോൾ സർക്കാരിന് പണം കടം കൊടുക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ 1500 കോടി സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് കടമെടുക്കാനുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയപ്പോൾ പല സഹകരണ സംഘങ്ങളും അതിനോട് സഹകരിച്ചിരുന്നില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കാരിന് കത്തും നൽകിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും അത്തരമൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. അതായത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനിയും 3 മാസം കൂടി ശേഷിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിനകത്ത് കൂടുതൽ പണം ലഭിച്ചില്ലെങ്കിൽ അത് കടുത്ത പ്രതിസന്ധി സർക്കാരിന് ഉണ്ടാക്കും. ഈ ഒരു വെല്ലുവിളി മറികടക്കുന്നതിന് കൂടിയാണ് 3000 കോടി കടമെടുക്കാനുള്ള നീക്കം നടത്തുന്നത്. പക്ഷേ അതിനിടയിലും ഈ പറഞ്ഞ രീതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നവകേരള സദസ്സും അദാലത്തുമൊക്കെ യഥേഷ്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ, രാജീവ്, ഈ കരുതലും കൈത്താങ്ങും എന്ന പേര് ഇപ്പോൾ രാജീവ് പറഞ്ഞ വളരെ വിശദമായ റിപ്പോർട്ടിൽ നമുക്കറിയാം, കരുതേണ്ടവരെ, കൈത്താങ് കൊടുക്കേണ്ടവരെ അത് ചെയ്യാതെ അതിന് പ്രധാന കാരണമായി പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അദാലത്ത് അവിടെ നടത്തി കുറേ ആളുകളിൽ നിന്ന് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഈ നിവേദനങ്ങളൊക്കെ വാങ്ങി അതെന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഈ കരുതലും കൈത്താങ്ങും എന്ന വാക്കുകൊണ്ട് സർക്കാർ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വീണ, ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു അദാലത്ത് സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ഓരോ താലൂക്കിലും ചുമതലപ്പെട്ട മന്ത്രിമാർ എത്തുന്നു. അവിടേക്ക് ആളുകളെ വിളിച്ചു വരുത്തി, അതായത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി രജിസ്റ്റർ ചെയ്ത ശേഷം അവിടേക്ക് ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ പരാതികൾ പരിഹരിക്കും എന്നാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന അവകാശവാദം. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അദാലത്തുകൾ നേരത്തെയും സർക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവും സാധാരണക്കാർക്ക് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ അദാലത്തുകൾ പരാജയപ്പെട്ടതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് മന്ത്രിമാരുമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നു. 140 നിയോജക മണ്ഡലങ്ങളിലും എത്തുന്നു. അവരുടെ പരാതികൾ പരിഹരിക്കും എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അവകാശവാദമായി മുന്നോട്ട് വെച്ചത്. ഏകദേശം 100 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചുകൊണ്ടായിരുന്നു നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. പക്ഷേ അതിനുശേഷം ആ നവകേരള സദസ്സിന് എന്ത് സംഭവിച്ചു എന്നത് നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തതാണ്. ഇതേ അവസ്ഥ തന്നെയാണ് മുൻപ് സംഘടിപ്പിച്ച അദാലത്തിനും ഉണ്ടായത്. ഒടുവിൽ ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും തന്നെ പറയേണ്ടി വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട അദാലത്തിൽ ലഭിച്ച പരാതികൾ ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല എന്ന്. പക്ഷേ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടത്, മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനമുണ്ട്. നേരത്തെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പദ്ധതി, അതുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിക്ക് ബദലായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര സംവിധാനം കൊണ്ടുവന്നത്. ആ പരാതി പരിഹാര സംവിധാനം മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പരാതി പരിഹാര സംവിധാനത്തിനും കോടികൾ ചെലവഴിച്ചുകൊണ്ട് തന്നെ ആ പരാതികൾ എത്തിയാൽ ഉടൻ തന്നെ പരിഹരിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നെങ്കിലും ആ പരാതി പരിഹാര സംവിധാനത്തിൽ പോലും ഇപ്പോൾ പരാതികൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനുപോലും പരിഹാരം കാണാൻ കഴിയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അതായത് സർക്കാരിന് മുന്നിലേക്ക് എത്തുന്ന പരാതികൾ, സാധാരണക്കാർ നൽകുന്ന പരാതികൾ, അത് പ്രധാനമായും ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, ലൈഫ് പദ്ധതി വഴി വീട് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കാരുണ്യ പദ്ധതി വഴി ചികിത്സ ലഭിക്കുന്നില്ല, ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള പരാതികളാണ് നിലവിൽ സർക്കാരിന് മുന്നിലേക്ക് എത്തുന്നത്. ഈ പരാതികൾക്കാണ് അവർക്ക് പരിഹാരം വേണ്ടത്. ആ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിന് പണം വേണം. ആ പണമില്ലാത്തത് തന്നെയാണ് നിലവിലുള്ള പ്രശ്നം. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം അദാലത്തുകൾ നടത്തിയതുകൊണ്ട് എന്ത് കാര്യമെന്ന ചോദ്യമാണ് ഉദ്യോഗസ്ഥർ പോലും ചോദിക്കുന്നത്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാജീവ്, ഈ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതിന് ഓരോ ധൂർത്ത് നടത്തുമ്പോഴും വാർത്തകൾ ഇങ്ങനെ നൽകുന്നു, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ശരിയാണ്, ഇതെവിടെയും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതിൻ്റെ കണക്കുകളെക്കാൾ ഉപരി ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എവിടെയാണ് ഇത്തരത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നാലെ കിടക്കുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞു പോയ ഓരോ ധൂർത്ത് ഉണ്ടാകുമ്പോഴും എത്ര കോടി രൂപയാണ് ഇങ്ങനെ പൊടിച്ചു കളയുന്നത് എന്ന് വാർത്ത നൽകുമ്പോഴും പിന്നീട് വീണ്ടും സർക്കാർ ഇത് തന്നെ ചെയ്യുന്നു, വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു അവസാനമില്ലേ എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്.
തീർച്ചയായും വീണ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇങ്ങനെ ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്ത് പുറത്തു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്. അത്തരം ദൂർത്തുകൾ പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമായി LDF ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. കാര്യം സർക്കാർ മുന്നോട്ട് വെക്കുന്ന അവകാശവാദം ഇത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇത്തരം പണം ചെലവഴിക്കുന്നത് എന്നതൊക്കെയാണ്. അതായത് ഇത്തരമൊരു അദാലത്ത് സംഘടിപ്പിക്കുമ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന അവകാശവാദം എന്ന് പറയുന്നത് സാധാരണക്കാർ നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അവരിലേക്ക് എത്തി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നാണ്. അതിനുവേണ്ടിയാണ് മന്ത്രിമാർ ഓരോ താലൂക്കുകളിലേക്കും എത്തുന്നത് എന്നാണ്. എന്നാൽ നമുക്കറിയാം ഈ ദൂർത്ത്, അതായത് ഇത്രയും പണം ഇടപെടുകയാണ് രാജീവ്. ഇപ്പോൾ ശ്രീ CP ജോൺ പറഞ്ഞത്, അദ്ദേഹവും വിമർശിക്കുകയാണ് സർക്കാരിനെ. നമ്മൾ ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ നൽകുന്നു, പ്രതികരിക്കേണ്ടത്, ചോദ്യം ചെയ്യപ്പെടേണ്ടത് എവിടെയാണ് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ചോദ്യം ചെയ്യപ്പെടേണ്ട ആളുകൾ എന്തുകൊണ്ടാണ് നിശബ്ദരായി പോകുന്നത്? നിയമസഭയിലോ അല്ലെങ്കിൽ വിവരാവകാശ പ്രകാരമോ പൊതുപ്രവർത്തകർക്കോ ഒക്കെ എന്തുകൊണ്ട് സർക്കാരിനെ ചോദ്യമുനയിൽ നിർത്താനും ഇതിനെ ചോദ്യം ചെയ്യാനും ഇത് ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും കഴിയുന്നില്ല? വീണ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു മറുപടി ഉണ്ടായിട്ടുണ്ട്. അതായത് 5 വർഷത്തേക്കാണ് ജനങ്ങൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സർക്കാർ തങ്ങൾ എന്തും ചെയ്യും എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അതായത് നവകേരള സദസ്സിനായി ബ്രോഷറുകളും ക്ഷണക്കത്തുകളും ഒക്കെ അച്ചടിക്കുന്നതിന് 10 കോടി രൂപ, അത് സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞതിന് ശേഷമാണ് ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി ക്ഷണക്കത്തുകളും ബ്രോഷറുകളും ഒക്കെ അച്ചടിക്കുന്നതിന് 10 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവ് എന്ന് ഇറങ്ങി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വയനാട് ദുരന്തമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി ബ്രോഷറുകളും ക്ഷണക്കത്തുകളും ഒക്കെ അച്ചടിച്ചതിന് പണം CRTന് അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് വയനാട് ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ 145 കോടി രൂപ അടിയന്തര ധനസഹായമായി അനുവദിക്കുന്നു. അതിനുശേഷമാണ് സർക്കാർ ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തിയവർക്കെല്ലാം പണം തുടരെ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ രീതിയിൽ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള ദൂർത്ത് ഒരു വശത്ത് യഥേഷ്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മുഖം വിരിക്കാൻ വേണ്ടി കോടികൾ ചിലവഴിക്കുന്നു. മാത്രമല്ല ഈ മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിക്കാൻ കോടികൾ ചിലവഴിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ അത്യാഡംബരങ്ങൾ ഒരുക്കാൻ വേണ്ടി കോടികൾ ചിലവഴിക്കുന്നു. ആ രീതിയിൽ ഒരു വശത്ത് യഥേഷ്ടം ഇങ്ങനെ ദൂർത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നത് സംശയം തന്നെയാണ്. കാരണം നിയമസഭയിൽ ഉൾപ്പെടെ നമുക്കറിയാം പലപ്പോഴും ദുർബലമായി പോകുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അവസ്ഥയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ദൂർത്തുകൾ യഥേഷ്ടം ഇങ്ങനെ സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അദാലത്തുകൾ കൊണ്ട് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്ന ചോദ്യം പല ഘട്ടങ്ങളിലും ഉയരുമ്പോൾ അതിനോട് മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ. നിയമസഭയിൽ പോലും ഇക്കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി നൽകാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ പോലും പരാതികൾ കെട്ടിക്കിടക്കുന്നു. ഓരോ വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിലേക്ക് പരാതികൾ കൃത്യമായി എത്തിക്കാൻ നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ മാസവും ലക്ഷങ്ങൾ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നു. ആ പരാതി പരിഹാര സംവിധാനത്തിൽ പോലും പരാതികൾ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുകൊണ്ടൊക്കെ സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം ലഭിക്കുന്നു എന്നത് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒരു വശത്ത് യഥേഷ്ടം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദൂർത്ത് ഇങ്ങനെ തുടരുകയാണ്. വീണ, ഓക്കെ, ശരി രാജി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജനം TV ഇപ്പോൾ ചർച്ച ചെയ്തത്. ഇത് പൊതുജന മധ്യത്തിലും പൊതുപ്രവർത്തകർക്കിടയിലും ചർച്ചയാകേണ്ടതാണ്. സർക്കാരിനെതിരെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയവുമാണ്.